യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാണ് ഇപ്പോൾ പി വി അൻവർ. പി വി അൻവർ എവിടെ മത്സരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ താൻ മത്സരിക്കും എന്നൊക്കെയാണ് പി വി അൻവർ വെച്ച് കാച്ചുന്നതെങ്കിലും ബേപ്പൂർ സുരക്ഷിതമല്ല എന്ന് പി വി അൻവർ തിരിച്ചറിയുന്നു. മുഹമ്മദ് റിയാസ് വൻ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ പി വി അൻവറിന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല. ബേപ്പൂരിന് പകരം പി വി അൻവർ മത്സരിക്കുന്നത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ആയിരിക്കുന്നു. കെ ടി ജലീലിൻ്റെ മണ്ഡലമായ തവന്നൂരിൽ പി വി അൻവർ മത്സരിക്കും. തുടർച്ചയായി മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലമാണ് തവന്നൂർ. തവന്നൂരിൽ തുടർച്ചയായി കെ ടി ജലീൽ മത്സരിച്ച് വിജയിക്കുന്നു. 2021 നിയമസഭാ ഇലക്ഷനിൽ ഫിറോസ് കുന്നംപറമ്പിലായിരുന്നു കെ ടി ജലീലിൻ്റെ എതിരാളി. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ കെ ടി ജലീൽ തോൽപ്പിച്ചു. കെ ടി ജലീൽ തവന്നൂരിൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് തവന്നൂരിൽ പി വി അൻവറിനെ തറപറ്റിക്കാൻ കെ ടി ജലീൽ തന്നെ വേണം എന്നാണ് എൽ ഡി എഫിൻ്റെ നിലപാട്. കെ ടി ജലീലും പി വി അൻവറും തവന്നൂരിൽ മുഖാമുഖം നിൽക്കുമ്പോൾ തവന്നൂർ ഒരു ക്ലാസിക് പോരാട്ടത്തിന് വേദിയാവുകയാണ്. പി വി അൻവർ പിണറായിസത്തിനെതിരായുള്ള നിലപാടെന്ന നിലയിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്നും മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ബേപ്പൂർ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ്. അവിടെ പി വി അൻവർ എത്തിക്കഴിഞ്ഞാൽ അത് പത്മവ്യൂഹത്തിലേക്കുള്ള എത്തലായിരിക്കും എന്ന് യു ഡി എഫിന് അറിയാം. മാത്രമല്ല, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ജനകീയനായി മാറിക്കഴിഞ്ഞു. മന്ത്രി എന്ന നിലയിലും മുഹമ്മദ് റിയാസ് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനും ഒരു വീണ്ടും വിചാരം വന്നിരിക്കുന്നു. വെറുതെ ഒരാവേശത്തിന് ബേപ്പൂരിലിറങ്ങി പരാജയപ്പെടേണ്ട എന്നാണ് അൻവറിൻ്റെ അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാർ അൻവറിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തവന്നൂരാണ് അൻവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്, മലപ്പുറത്തെ തവന്നൂരിൽ കെ ടി ജലീൽ ജയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൂടി കൊണ്ടാണ്. മുസ്ലിം ലീഗിൽ നിന്ന് കെ ടി ജലീൽ പോയെങ്കിലും ലീഗുകാർക്ക് കെ ടി ജലീലിനോട് ഇപ്പോഴും അനുകമ്പയുണ്ട്. മാത്രമല്ല, കെ ടി ജലീലിന് തവന്നൂരിലെ മുസ്ലിം ലീഗുകാർക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ കെ ടി ജലീൽ തറപറ്റിച്ചതും മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം വോട്ട് ലഭിച്ചതുകൊണ്ടാണ്. തവന്നൂരിൽ സാധാരണ കോൺഗ്രസ്സാണ് മത്സരിക്കുക. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഫിറോസ് കുന്നംപറമ്പിലിനെ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയായിരുന്നു. ഇത്തവണ തവന്നൂരിൽ അൻവറും ജലീലും മുഖാമുഖം എത്തും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ തവന്നൂരിൽ ക്ലാസിക് പോരാട്ടം തന്നെ നടക്കും. തോൽപ്പിക്കാൻ പ്രയാസമുള്ള സ്ഥാനാർത്ഥിയാണ് കെ ടി ജലീൽ. തവന്നൂരിൽ കെ ടി ജലീൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കെ ടി ജലീലിൻ്റെ ജനകീയ ശൈലി ഒക്കെ തവന്നൂരുകാർക്ക് പ്രിയപ്പെട്ടതാണ്. കെ ടി ജലീൽ ഇനി മത്സരരംഗത്തില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അൻവർ തവന്നൂരിലെത്തുന്ന പ്രത്യേക സാഹചര്യം മാനിച്ച് കെ ടി ജലീൽ മത്സരത്തിനിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അൻവർ യു ഡി എഫിലേക്ക് എത്തിയിരിക്കുന്നു. യു ഡി എഫിലെത്തിയ അൻവർ യു ഡി എഫിന് വേണ്ടി ഇനി എന്ത് കളിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങളെ ആവേശഭരിതനാക്കാൻ അൻവറിന് പ്രത്യേകമായ കഴിവുണ്ട്. അതുകൊണ്ടാണ് ബേപ്പൂരിൽ മത്സരിക്കുമെന്നൊക്കെ അൻവർ വെച്ച് കാച്ചിയത്. അതിന് പിന്നാലെ ബേപ്പൂരിലേക്ക് അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതും ശ്രദ്ധേയം. അൻവർ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമായത് മുസ്ലിം ലീഗിൻ്റെ കട്ട പിന്തുണയോട് കൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസിന് മുസ്ലിം ലീഗ് പറയുന്നത് കേട്ടേ പറ്റൂ. മുസ്ലിം ലീഗിന് അത്രമാത്രം അപ്രമാദിത്യം ഇപ്പോൾ യു ഡി എഫിൽ വന്നിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പറയുന്ന സീറ്റുകൾ, പറയുന്ന സ്ഥാനാർത്ഥികൾ ഒക്കെ കോൺഗ്രസിന് നിർത്തേണ്ടി വരും.
അൻവർ തവനൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിജയിപ്പിച്ചെടുക്കാം എന്നാണ് മുസ്ലിം ലീഗ് UDFന് കൊടുത്തിരിക്കുന്ന വാക്ക്. അതുകൊണ്ട് തന്നെ തവന്നൂരിൽ അൻവർ എത്തും. അൻവറും ജലീലും മുഖാമുഖം.